CPM കേന്ദ്രങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നിങ്ങൾ കണ്ടോ? അവരുടെ തിരിച്ചടി കണ്ടോ? അവർ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി തമ്മിൽ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളായിരുന്നെങ്കിൽ ഇത് വല്ലതും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ചോദ്യം. അതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഞാൻ അതിനെ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. ഒന്നെന്താ വെച്ചാൽ CPM-കാര് ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വല്ലതും വേണം. ഞാൻ വിചാരിക്കണത് കോൺഗ്രസ് ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത് CPM-കാരുടെ ആത്മഹത്യ ഒഴിവാക്കാനുള്ള സ്ഥിതി. കനലൊരു തരിമതി, കനൽ ഒരു തരി പോലും ഇല്ല, ആകെ തകർന്ന് അടിഞ്ഞ് തരിപ്പണമായിരിക്കും. മഹാദുരിതത്തിൽ CPM നിൽക്കുക. ഇപ്പൊ ഈ പുറത്ത് കാണുന്നൊന്നുമല്ല. ഇപ്പൊ മുഖ്യമന്ത്രി ചർച്ച ഒരുപക്ഷെ 1-2 ദിവസത്തിനകത്ത് അവസാനിക്കും. ആരെങ്കിലും മുഖ്യമന്ത്രിയാവും, ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും, അതുണ്ടാവും. ഞാൻ ഓർക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചയാണ്. എന്തൊരു ബഹളായിരുന്നു ചാനലുകളിൽ, അല്ലെ? 6-7 ദിവസം ചാനലുകൾ ഇതാ പോകാൻ പോകുന്നു, സുധാകരൻ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, സുധാകരൻ മത്സരിക്കാൻ പോകുന്നു, അവിടെ അത് പോകുന്നു, അവിടെ ഇവര് ഇറങ്ങിപ്പോകുന്നു, തല്ലുണ്ടാവുന്നു, അടിയുണ്ടാവുന്നു. അവസാനം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ എന്തുണ്ടായി? എന്തെങ്കിലും ഇമ്പാക്ട് അതിനുണ്ടായോ? ഞാൻ ഒരു ഇമ്പാക്ട് ഉണ്ടായി. ഒരു ഇമ്പാക്ട് അതിലുണ്ടായി. അതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ബിഗ് TV VD സതീശൻ. അല്ല, അതെ, അതങ്ങനെ റിപ്പോർട്ടർ മുമ്പ് UDF-നെതിരായി പറഞ്ഞിരുന്നു നിരവധി കാര്യങ്ങൾ. സതീശൻ തന്നെ പറഞ്ഞല്ലോ, 80 നുണ ഒരു ദിവസം കൊണ്ട് എനിക്കെതിരെ പറഞ്ഞ ചാനൽ ഇവിടെ ഉണ്ട്. 80 നുണ എനിക്കെതിരെ പറഞ്ഞ ചാനലുണ്ട്. അതൊക്കെ പോട്ടെ. എന്റെ വാദം, ഇപ്പൊ കോൺഗ്രസിനകത്ത് നടക്കുന്ന തർക്കങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടാവുന്നേ. അതിന്റെ മറ്റേ അർത്ഥത്തിലല്ല. തെരുവിലെ ആളുകൾ വന്നിറങ്ങുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും അല്ലെങ്കിൽ ഫ്ലക്സ് വയ്ക്കുന്നതും. ഇവിടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് മുമ്പ് VS-ന് വേണ്ടിയില്ലേ? ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. VS-ന് വേണ്ടി ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഉരുക്ക് പോലും ഉറച്ച സംഘടനയ്ക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വന്നില്ലേ? ഉരുക്ക് പോലും ഉറച്ച സംഘടനയല്ലേ CPM? ഇപ്പോഴത്തെ CPM അല്ല, 2006-ലെ CPM. 2006-ലും 2011-ലും ഇതുപോലെ VS-ന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി പാർട്ടി വേണ്ടാന്ന് വെച്ച സ്ഥാനാർത്ഥിയെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാ വന്നത്? അത് വരും, ജനവികാരം. അതൊക്കെ വരും, അതെല്ലാ സ്ഥലത്തും വരും. അന്ന് CPM-ൽ മിക്കവാറും ആളുകൾ പറഞ്ഞിരുന്നു ഇതൊന്നും ശരിക്കുള്ള ജനവികാരമല്ല, ഇത് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ആയാലും ശരി, ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ ഒരു പബ്ലിക് മൂഡ് ഉണ്ട്, അതുണ്ടാവും, അത് ഇനിയും ഉണ്ടാവും. ഇപ്പൊ VS-ഉം പിണറായിയും തമ്മിൽ എന്തെല്ലാം കാര്യത്തിൽ തർക്കമുണ്ടായി നമ്മുടെ ചാനലുകൾ കാണിച്ചിട്ടുണ്ട്, അല്ലേ? അതൊക്കെ നടക്കും, അത് ഇല്ല എന്ന് പറയണില്ല. ഇപ്പൊ കോൺഗ്രസിലെ തർക്കത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. തീർച്ചയായും അതിൽ ശരിയുണ്ട്, തെറ്റുണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ട്, അതെന്തോ ആവട്ടെ, അതല്ല അതിലെ വിഷയം. ഇപ്പൊ ചാനലുകൾ ഇത് കാണിക്കുന്നു, 2 ദിവസത്തേക്ക് ഇത് കാണിക്കും. മറ്റേ ഇടത് ഹാൻഡിലുകൾക്ക് ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ നല്ല സുഖമാണ്. ഇതാണ് പറയണേ. യഥാർത്ഥത്തിൽ പയ്യന്നൂരും തളിപ്പറമ്പും അടക്കം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. വലിയ തോതിലുള്ള അടിയാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇതിന്റെ ഇടയിൽ കേൾക്കാലം കാണില്ല. ഈ ഞായറാഴ്ച ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ ഇത് തരും, അത് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കേണ്ടി വരും. അതെന്തായിരിക്കും സ്ഥിതി? CPM-ന്റെ അടിത്തറയിലാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ മുകൾ തട്ടിൽ കോൺഗ്രസ്സുകാര് അടിയുണ്ടാക്കും, ചീത്ത പറയും, അവരങ്ങനെയാണ്. അതുകൊണ്ട് ഏകാധിപതി പോലെയുള്ള ഒരാളെ തെരഞ്ഞെടുക്കണമായിരുന്നു എന്ന് പറയുന്നതിൽ ശരിയില്ല. ഇപ്പൊ നാളെ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടിയെന്ന് വെക്കുക, വാദത്തിന് ഇതുപോലെ ഉണ്ടാവും. ഇപ്പം NDA-ക്ക് ഭൂരിപക്ഷം കുറഞ്ഞു, ഞാൻ വാദത്തിന് വേണ്ടി പറയാണ്, NDA-ക്ക് വോട്ട് കുറഞ്ഞു, ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് വെക്കുക, ഇതിനേക്കാൾ പ്രശ്നം ഉണ്ടാവില്ലേ? എത്ര സംസ്ഥാനങ്ങളിലുണ്ടാവും മുഖ്യമന്ത്രിമാര്? ആരൊക്കെ ചോദിക്കും? ആർക്കൊക്കെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആവണ്ട, അല്ലേ? ഏറ്റവും ഈ ചീർക്കിലി പാർട്ടിയുടെ നേതാവ് പണ്ട് ദേവഗൌഡ 3 ആളുടെ പിന്തുണ വെച്ചു ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. 3 ആളുടെ പിന്തുണ വെച്ചു. 3 MP-മാരേ ഉള്ളൂ. ഗുജറാള് ഒരു ഇലക്ഷൻ പോലും ജയിക്കാത്ത ഗുജറാളായിട്ടുണ്ട്. വേറൊരു ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് മൻമോഹൻ സിംഗ് വന്നിട്ടുണ്ട്. അത് മൻമോഹൻ സിംഗ് വരുമ്പോൾ അയാൾ ഒരു ധനകാര്യമന്ത്രിയായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അയാൾ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു ഇലക്ഷൻ പോലും ജയിച്ചില്ല. ഇന്നുവരെ അയാൾ ഒരു രാജ്യസഭ വഴി തെരഞ്ഞെടുപ്പിനും ജയിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ കോൺഗ്രസിന് സംഭവിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിനെയോ ജനങ്ങളുടെ വികാരത്തെയോ ബാധിക്കില്ല. ഒരറപ്പുണ്ടാവും ജനങ്ങൾക്ക്, അയ്യേ എന്തോന്നാ. പക്ഷേ ഇതെല്ലാം പാർട്ടിയിൽ നടക്കുന്നതാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടക്കും. ജനാധിപത്യത്തിൽ ഇത് ബാധകമാണ്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ നടത്തുന്ന ആരോപണം കേട്ടാൽ അവിടെ പിന്നെ കുറെ കൂടി ജനാധിപത്യപരമാണ് പ്രൈമറിന്ന് ജയിച്ചു വരണം. ഇപ്പോ നമ്മുടെ എന്താ പറയാ, ഇപ്പോഴത്തെ ട്രംപിന് എതിരാളിയായിരുന്ന ആളും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കേട്ടാൽ വലിയ പ്രശ്നമാണ്. അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അതൊക്കെ ഉണ്ടാവും. അധികാരം ഒരു ലഹരിയാണ്, അത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും, അത് കൈവിടാൻ ആർക്കും താല്പര്യമില്ല. അതൊന്നും ഒരു പബ്ലിക് മൂഡിനെ ബാധിക്കില്ല എന്നതിന് ഉദാഹരണമാണ് ഞാൻ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ തർക്കം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേയില്ല.
എത്ര ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ടായില്ല. ഈ ഇടത് ഹാൻഡിലുകൾ അതിനെപ്പറ്റി എന്തെല്ലാം ട്രോൾ ചെയ്തു, ഒരു കാര്യം ഉണ്ടായില്ല. ഇപ്പോഴും ഇടത് ഹാൻഡിലുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് ഈ തർക്കം യഥാർത്ഥത്തിൽ CPM-കാർ ഒരു ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമാണ്. ഇങ്ങനെ ഒരു ഹാപ്പ് വരേണ്ട ഒന്നും വരില്ല. ഇനി CPM-ന്റെ സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിൽ നടക്കുകയാണ്. കോൺഗ്രസിൽ ഈ തർക്കമൊന്നും അടിത്തട്ടി ബാധിക്കാൻ പോണില്ല. ഇനി ആകെ ബാധിക്കും. എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ KC വന്നു. KC ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ KCക്ക് മത്സരിച്ച് ജയിക്കണ്ടേ? ചിലപ്പോൾ ഒരു ജനവികാരം അവിടെ ഉണ്ടാവും. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല, യാതൊന്നും ഉണ്ടാവില്ല. കേരളം അങ്ങനെയാണ്. ഒന്നാമത് മാധ്യമങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാധ്യമങ്ങളും ജനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നേ ഇല്ല. ഒരു എന്റർടൈൻമെന്റ് മാധ്യമങ്ങളായിട്ട് അപ്പൊ കാണണേ. ന്യൂസ് ചർച്ചയൊക്കെ എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ ഒരു മാധ്യമം ഇത് പൊട്ടിക്കും, ആ പൊട്ടിച്ചേ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിയേ പോകും, പിന്നെ ആരും പിന്നാലെ എടുക്കില്ല. ഇപ്പൊ ബിഗ് TV ഇട്ട 2 സാധനം കേരളത്തിൽ ഒരു ചാനലും എടുത്തില്ലല്ലോ. ഒരു ചാനലും എടുത്തില്ല, അവര് മാത്രം എടുത്തത്. അപ്പൊ അതൊരു അജണ്ടയെന്ന് അവർക്ക് മനസ്സിലായി. ബിഗ് TV ഇപ്പൊ KC കേരളത്തിന് മുഖ്യമന്ത്രി ആയി എന്നുള്ള നിലയ്ക്കാ പറയണേ, നീ വേറെ ആര് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഏഷ്യാനെറ്റ് മീഡിയ ഒന്നും തിരിച്ചു വേണം. ഇത് ഏഷ്യാനെറ്റ് മാത്രമല്ല, ഒരു ചാനൽ, ഇവൻ റിപ്പോർട്ടർ പോലും അങ്ങനെ പറയുന്നില്ല. ഏഷ്യാനെറ്റ്, മാതൃഭൂമിയോ മനോരമയോ ഒന്നും പറയുന്നില്ല, 24 ഒന്നും പറയുന്നില്ല. ആകെ ഈ ബിഗ് TVയുടെ ഒരു വൃത്തികെട്ട അജണ്ട ഉണ്ടെന്നുള്ളത് മനസ്സിലായെന്നുള്ളൂ. അവർ എക്സ്പോസ്ഡ് ആവണം. അവര് മനസ്സിലാക്കാത്തൊരു കാര്യം, അവർ എക്സ്പോസ്ഡ് ആവുകയാണ്. റിപ്പോർട്ടർ എക്സ്പോസ്ഡ് ആയ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ടർ ശരിക്കും എക്സ്പോസ്ഡ് ആയി. കാരണം റിപ്പോർട്ടറും സി മലയാളം രണ്ടുപേരും എക്സ്പോസ്ഡ് ആയി. DYFI-കാർ വർത്താനം പറഞ്ഞ മാതിരി ചാനലിലൊന്ന് വർത്താനം പറഞ്ഞ മരമുറിയൊക്കെ പറഞ്ഞ എവിടെ കേൾക്കാൻ. മരമുറി അല്ല, അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിൽ എന്ത് രാഷ്ട്രീയ പരിചയമായിട്ടുള്ളത്, അയാൾ പറഞ്ഞൊരു കമന്റ് ഇട്ട്, LDF തോറ്റുപോകും, UDF-ന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അയാൾ ചിന്തിക്കണ്ട, അതല്ലല്ലോ. ജനങ്ങൾ ചിന്തിച്ചു എന്നുള്ള അയാൾക്ക് മനസ്സിലായിട്ടില്ല. എന്താ തോറ്റു എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ തർക്കങ്ങൾ കൊണ്ട് തൽക്കാലം ഒരു പെയിൻ കില്ലർ ആശ്വാസം വേണമെങ്കിൽ CPM-ന് കിട്ടിയേക്കാം. പക്ഷേ അന്തിമമായി ഇതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് BJP-ക്കാണ് ഞാൻ വിചാരിക്കണം. കാരണം BJP അവരുടെ മിഷൻ അവരുടെ മിഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ മിഷനിൽ അവരിതൊക്കെ അവർക്ക് പതുക്കെ ഹോൾഡ് കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. അതിലാണ് അവര് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഫോക്കസ് അത് അവര് ഒരുപക്ഷെ എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ അവർക്കായിരിക്കും. LDF-ന് ആയിരിക്കില്ല. LDF-ന് ഇനി ഗുണം കിട്ടാൻ ഒന്നുമില്ല. കാരണം LDF-ന്റെ സംഗതിയില്ല, പാർട്ടിയില്ല. പാർട്ടി ഏതാണ്ട് നാനായിതായി കിടക്കുകയാണ്. ഇനിയിപ്പോ തിരുത്തുന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തിരുത്തും? ആരാ തിരുത്തേണ്ടത്? ഇപ്പൊ തിരുത്തിന്റെ കഥ നമ്മൾ കണ്ടു. പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് തിരുത്തും എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോട് സഖാവേ നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ ഒരാളില്ലല്ലോ അതില്. ഏകാധിപത്യ പ്രവണത ആരും ഇല്ലല്ലോ. ഗോവിന്ദനോട് പറയാതിരിക്കുന്നത് പിണറായിയെ പേടിച്ചിട്ടാ. അപ്പൊ പിണറായി അടിക്കുന്നതിന് പകരം ഗോവിന്ദനെ അടിക്കുക സഖാക്കള്. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തിരുത്ത് വേണം എന്ന് CPM ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അടിമുടിയുള്ള തിരുത്താണ്. അതുകൊണ്ട് ഞങ്ങൾ സഖാക്കളെ കേൾക്കും. എന്ത് കേൾക്കണേ? കേട്ടിട്ടെന്താ കാര്യം? കുഞ്ഞികൃഷ്ണൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അന്ന് കേട്ടിട്ടില്ല, ഇപ്പൊ കേട്ടിട്ടെന്താ കാര്യം? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പാർട്ടി ഘടനാപരമായ ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസിന്റെ ഒരു ഗുണം എന്താ അറിയും? അതെന്നും ഒരു അൽഗുലത്തെ ആൾക്കൂട്ടാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രൂപ്പ് കളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നല്ലാതെ കോൺഗ്രസ് എന്നുള്ള വലിയ ബാസ്ക്കറ്റിൽ നിന്ന് ആളുകൾ പുറത്തു പോയിട്ടില്ല കേരളത്തിൽ. കുറെ പേര് മുമ്പ് BJP-ക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പോഴും ആ സ്ട്രെങ്ത് അവർക്കുണ്ട്. CPM ജനാധിപത്യപരമല്ലാത്തതുകൊണ്ട് CPM-ലെ തർക്കങ്ങൾ CPM-നെ തകർക്കുക ചെയ്യാം. ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ചോദ്യം ചെയ്യാമെന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞാൽ ആരെ ചോദ്യം ചെയ്യാം എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കാണുന്നത്, ഇപ്പൊ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം ഇന്നോ നാളെയോ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ വേണമെങ്കിൽ ഒരാൾ എതിരുണ്ടാവാം. ഇപ്പൊ ഒരാളെ ആക്കിയാൽ മറ്റേ എതിര് പറയാം. ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അങ്ങ് തീരും. മര്യാദയ്ക്ക് ഭരണം. പക്ഷെ പ്രശ്നം അവർ മര്യാദയ്ക്ക് ഭരിക്കും എന്നുള്ളതാണ്. ശരിക്കുള്ള ഒരു ഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ KSRTC മന്ത്രി വന്നിട്ടില്ല, അതിന് മുന്നേ KSRTC പണി തുടങ്ങി. ഞാൻ പറഞ്ഞത് മന്ത്രിസഭ വന്നിട്ടില്ല, ആരാ മുഖ്യമന്ത്രി എന്നറിയില്ല. അതൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞ ആരാ മുഖ്യമന്ത്രി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. KC ആവരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ ഒരേ ഒരു കാരണം, ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരും, അദ്ദേഹം തന്നെ പറഞ്ഞതിന് അദ്ദേഹം തന്നെ എതിരായി പറഞ്ഞു എന്നുള്ള ഒരു പരാതി വരും എന്നുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് ഒന്നുമല്ല. ഇപ്പൊ സതീശനായാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്, ചെന്നിത്തലയായാൽ കുറച്ച് ടഫാണ്, KC ആയാൽ വളരെ ടഫാണ്. അത് ശരിയുമാണ്. പക്ഷെ KC ആവുന്നതാണ് CPM-നും BJP-ക്കും നല്ലത് എന്ന് ഞാൻ പറയൂ. അവർക്ക് സന്തോഷിക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക്